സുനിൽ, വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് കേസുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർക്കെതിരെ അയൽവാസി വെളിപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം? എന്തൊക്കെ കാര്യങ്ങളാണ് യുവതി പറഞ്ഞത്? ധന്യ, ബോംബും വടിവാളും കൊട്ടേഷൻ സംഘങ്ങളും അടക്കി വാഴുന്ന പട്ടിഗ്രാമങ്ങളിലെ നിസ്സഹായരായ മനുഷ്യരുടെ പ്രതികരണങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. സാധാരണഗതിയിൽ ഇത്തരം പാർട്ടി ഭൂരിപക്ഷ മേഖലകളിൽ, അത് ഏത് പാർട്ടിയുമായിക്കോട്ടെ, അത്തരം മേഖലകളിൽ സാധാരണഗതിയിൽ ഇത്തരം ബോംബ് സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ നാട്ടിലെ ആളുകൾ സാധാരണ മടിക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് ഈ സ്ഫോടനം ഉണ്ടായ ആ ആളൊഴിഞ്ഞ പറമ്പിൻ്റെ തൊട്ടയൽവാസിയായ സീന എന്ന യുവതിയാണ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തുന്നത്. ജീവിക്കാൻ അനുവദിക്കണം, മനുഷ്യന് പേടിയാണ് എന്ന് ഉള്ളു തൊട്ട് പറഞ്ഞുകൊണ്ടാണ് ആ യുവതി മാധ്യമങ്ങളോട് സംസാരിച്ചു തുടങ്ങിയത്. മാത്രമല്ല, ഇവിടെ ഒരു ബോംബ് നിർമ്മാണത്തിൻ്റെ ഹബ്ബായി ആ പ്രദേശം കുറേ കാലമായി മാറിയിട്ടുണ്ടെന്നാണ് ആ യുവതി പറയുന്നത്. സ്ഥിരമായി ആ പ്രദേശങ്ങളിൽ ബോംബ് കൊണ്ടുവന്ന് സൂക്ഷിക്കാറുണ്ട്. നേരത്തെ ഏതാണ്ട് 15ഓളം ബോംബുകൾ ആ പ്രദേശത്തു നിന്ന് കണ്ടെത്തിയിരുന്നു. ആ സമയത്ത് പക്ഷേ പോലീസിനെ പോലും അറിയിക്കാതെ CPM പ്രവർത്തകർ ആ ബോംബ് അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല, അവിടെ ഒരു BJP പ്രവർത്തകൻ്റെ കാല് വെട്ടുന്ന സംഭവം ഉണ്ടായി. ഒപ്പം ഈ കൊട്ടേഷൻ സംഘങ്ങൾ അടക്കി വാഴുന്ന ഒരു പ്രദേശമായി അവിടെ മാറുന്നു. മദ്യവും മയക്കുമരുന്നും പരാതിപ്പെടാത്തതിന്റെ ഭയം എന്നൊരു കാര്യം യുവതി പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് പോലീസിന്റെ കൃത്യമായ ഇടപെടൽ ഈ സംഭവങ്ങളിലൊന്നും ഉണ്ടായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത്തരത്തിൽ ഏതെങ്കിലും ഒരു പരാതി ആ യുവതി പോലീസിൽ കൊടുത്തായി നമുക്കറിയില്ല. കാരണം അത്തരം ഒരു പരാതിയുടെ കാര്യം അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഇതിങ്ങനെ തുടർച്ചയായി ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു. മാത്രമല്ല, ഇതിപ്പോൾ വെളിപ്പെടുത്താൻ ഒരു കാരണമുണ്ടെന്ന് ആ യുവതി പറയുന്നുണ്ട്. കാരണം ഈ വേലായുധൻ ഇന്നലെ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ വേലായുധന് പകരം തൻ്റെ പിതാവായിരുന്നിരിക്കാം ആ അപകടത്തിൽ അല്ലെങ്കിൽ ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെടേണ്ടിയിരുന്നതെന്നാണ് ആ യുവതി പറയുന്നത്. കാരണം സ്ഥിരമായി ഇതിനോട് ചേർന്ന പറമ്പിൽ അടയ്ക്ക പെറുക്കാനായി തൻ്റെ പിതാവ് പോകുമായിരുന്നു. ഒരു പക്ഷേ ആ വേലായുധന് പകരം തൻ്റെ പിതാവായിരുന്നു തനിക്ക് ആ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതെങ്കിലോ. അതുകൊണ്ട് തന്നെ ഇത് ജനം അറിയണം, ജനങ്ങളോട് പറയണം, തങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭരണ സംവിധാനത്തിന് രക്ഷപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഈ തുറന്നു പറച്ചിൽ എന്നുകൂടി ആ സ്ത്രീ പറയുന്നുണ്ട്. അങ്ങനെ പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും അവരുടെ മാതാവ് അതിനൊപ്പം ഉണ്ട്. സംസാരിക്കുമ്പോൾ അവർ പലപ്പോഴും ഇവരെ വിലക്കുന്നുണ്ട്. വേണ്ട, ഇത് പറയണ്ട, പറഞ്ഞാൽ പ്രശ്നമാണ്, എന്തെങ്കിലും തരത്തിൽ നാളെ തൻ്റെ വീടിന് നേരെ അക്രമം ഉണ്ടായേക്കുമെന്ന് ആ മാതാവ് അവരോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ബോംബ് എറിയട്ടെ, തൻ്റെ വീട് തകർക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എത്ര കാലമാണ് ഇതിങ്ങനെ മനസ്സിലടക്കി പിടിക്കുക, ഇതൊക്കെ തുറന്നു പറയണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, ഇത് ജനം അറിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ യുവതി ഈ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. മാത്രമല്ല, ഞങ്ങൾ ഈ വെളിപ്പെടുത്തൽ ഈ യുവതി നടത്തിയതിന് ശേഷം ഞങ്ങൾ ആദ്യം മാധ്യമപ്രവർത്തകർ ഈ വാർത്ത കൊടുത്തില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ അവർക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാലോ എന്നുള്ളൊരു ഭയം പൊതുവെ ആ നാട്ടുകാരായ കുറേ ആളുകൾ, അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകൾ പങ്കുവച്ചിരുന്നു. അതേ തുടർന്ന് ഞങ്ങൾ വീണ്ടും ഇവരുടെ വീട്ടിൽ പോയി, ഈ യുവതിയുടെ വീട്ടിൽ പോകുന്നു. ആ യുവതിയുടെ വീട്ടിൽ പോയി അവരുടെ മാതാവുമായി സംസാരിക്കുന്നു. അങ്ങനെ മാതാവുമായി സംസാരിച്ച് അവരുടെ കൂടി പെർമിഷൻ എടുത്തതിന് ശേഷമാണ് നമ്മൾ ഇത് ഓണയർ ചെയ്യാൻ തീരുമാനിക്കുന്നത്. ഇടപെടൽ ഉണ്ടാകും. പോലീസ് ഇവരെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? കൂടുതൽ തെളിവുകൾ ആവശ്യമുണ്ട്. ആരൊക്കെയാണ് ഇത് നടത്തുന്നത്? ആളുകളെ കണ്ടിട്ടുമുണ്ടാവുമല്ലോ. ആരൊക്കെയാണ് അവിടെ ഈ ഒഴിഞ്ഞ വീടുകളിലൊക്കെ വരുന്നത്, ഇത്തരത്തിൽ ബോംബ് നിർമ്മാണം, ബോംബ് സൂക്ഷിക്കൽ ഇതൊക്കെ നടത്തുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് പാർട്ടി പ്രവർത്തകരാകുമ്പോൾ അറിയാമായിരിക്കും. അങ്ങനെയെങ്കിൽ പോലീസ് ഏതു തരത്തിലായിരിക്കും ഇനി അന്വേഷണവുമായി കേസുമായൊക്കെ മുന്നോട്ട് പോവുക? അക്കാര്യങ്ങൾ പോലീസ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമുക്ക് പറയാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ ഉണ്ടായ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടല്ല യുവതിയുടെ വെളിപ്പെടുത്തൽ. അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം അവർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഇത്തരത്തിൽ ബോംബ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇന്നലെ ഈ സ്ഫോടനം നടന്ന ബോംബ് ആരാണ് കൊണ്ടുവച്ചതെന്ന കാര്യത്തിൽ അവർ കൃത്യമായി പറയുന്നില്ല. അക്കാര്യം അവർ കണ്ടിട്ടില്ല. അതായത് ഈ തുടർച്ചയായ പരിസരങ്ങളിൽ ഇത്തരത്തിൽ ബോംബ് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. അവരുടെ കൺമുന്നിൽ തന്നെ ഏതാണ്ട് 15ഓളം ബോംബുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ കൊണ്ടുവന്ന് വെക്കുകയും പിന്നീട് പോലീസിൻ്റെ റെയ്ഡ് ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകർ തന്നെ അത് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഈ ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ അല്ലെങ്കിൽ ആ ബോംബ് ഉണ്ടാക്കുന്നതിന് പിന്നിൽ CPM പ്രവർത്തകർ തന്നെയാണെന്ന് അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അവർക്ക് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ചായവില്ല, അവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരല്ല. പക്ഷേ ഇത് തുറന്നു പറയേണ്ടതുണ്ട്.
എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, ഗുരുതരമായ ഈ തുറന്നു പറച്ചിലുകൾ നടത്തുന്നത്. സ്വാഭാവികമായും അക്കാര്യത്തിൽ എന്തെങ്കിലും തെളിവ് വേണമെങ്കിൽ പോലീസിന് അവരെ ചോദ്യം ചെയ്യാം. പോലീസിനെ സംബന്ധിച്ച് ആ ബോംബ്, ഈ വേലായുധൻ കൊല്ലപ്പെട്ട ബോംബ് അവിടെ കൊണ്ടുവന്ന് വെച്ചത് ആരാണെന്ന് ഈ പോലീസിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയില്ല. ഒരു അറിയാത്ത ഒരാൾ അവിടെ ബോംബ് വെച്ചു എന്ന തരത്തിലാണ് പോലീസിന്റെ FIR ഒക്കെ ഇട്ടിരിക്കുന്നത്. സ്വാഭാവികമായും പോലീസ് അവിടെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്, ഒപ്പം പ്രദേശത്തെ ആളുകളിൽ നിന്നൊക്കെ മൊഴിയെടുക്കുന്നുണ്ട്. ഇത്തരമൊരു വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ യുവതിയുടെയും വീട്ടുകാരുടെയും ഭാഗത്ത് നിന്ന് മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ പോലീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത്തരം നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കരുതാം. ശരി സുനിൽ.